ഹോൾസെയിലായി 3 ടൈപ്പ് സാറ്റിൻ ഓർഗൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിൽക്ക് ബൈ സിൽക്ക്, ഇത് കാണിച്ചേ, ഇതുണ്ട് സിൽക്ക് ബൈ സിൽക്ക് ഓർഗൻസ. രണ്ടാമത്തെ വിസ്കോസ് ബൈ സിൽക്ക് അല്ലെങ്കിൽ വിസ്കോസ് സാറ്റിൻ ഓർഗൻസ. പിന്നെ തേർഡ് വൺ ടിഷ്യൂ സാറ്റിൻ ഓർഗൻസ. ടിഷ്യൂ സാറ്റിൻ ഓർഗൻസ. ഇങ്ങനെ 3 ടൈപ്പ് സാറ്റിൻ ഓർഗൻസ സെറാടെക്സിൽ ഹോൾസെയിലായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെലാഞ്ചിൽ ഇതെല്ലാം റീറ്റെയിലായിട്ട് അവൈലബിൾ ആയിരുന്നു നേരത്തെ തൊട്ടേ. പക്ഷേ സെറാടെക്സിൽ ഇപ്പോൾ ഈ പ്യുവർ സിൽക്ക് ബൈ സിൽക്ക് ഓർഗൻസയില്ലേ, കുറച്ചധികം ക്വാണ്ടിറ്റി, ഏകദേശം ഒരു 800 മീറ്ററോളം ഇപ്പോൾ റെഡി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. റീറ്റെയിൽ പ്രൈസ് 1390, 1390 ആണ് മെലാഞ്ചിലിൻ്റെ റീറ്റെയിൽ പ്രൈസ്. ഹോൾസെയിലായിട്ട് നമുക്ക് സെറാടെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിസ്കോസ് സാറ്റിൻ ഓർഗൻസ 440 റുപ്പീസ്, 440 രൂപയാണ് പെർ മീറ്റർ റീറ്റെയിൽ പ്രൈസ് മെലാഞ്ചിൽ. ഹോൾസെയിലായിട്ട് ഇതും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് രണ്ടും പെർഫെക്റ്റ് ഫോർ സാരീസ്. ഈ ഇച്ചിരി അല്പം പറന്നൊക്കെ നിൽക്കുന്ന ടൈപ്പിൽ എടുത്തിങ്ങനെ ഡബിൾ ലെയർ ഒക്കെ ഇടുന്ന ടൈപ്പ്, അങ്ങനത്തെ സാരീസിനൊക്കെ പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും ഈ സാറ്റിൻ ഓർഗൻസ് എന്ന് പറയുന്നത്. ഒത്തിരി ഒട്ടിക്കിടക്കണ്ട എന്ന് വിചാരിക്കുന്ന, എന്നാൽ അധികം ട്രാൻസ്പെറൻസി വേണ്ട, ശരിക്കും ഒരു സിൽക്കി സാറ്റിൻ ഫീൽ വേണം, ഇങ്ങനെയുള്ളവരൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും ഈ സിൽക്ക് ബൈ സിൽക്ക് എന്ന് പറയുന്നത് സാറ്റിൻ ഓർഗൻസ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഓർഗൻസ ഒരു ഫിനിഷിങ് വേണം, അന്ന് അത്ര പറന്ന് നിൽക്കില്ല, ഫ്ലോ ആയിട്ട് കിടക്കണം. ആ ടൈപ്പ് ഓഫ് ഇത് കണ്ട, ഇതിൻ്റെ നമ്മുടെ സോഫ്റ്റ് ഓർഗൻസ എന്നൊക്കെ പറയില്ലേ നമ്മൾ, 2/4 ഓർഗൻസിക്ക് പകരമായിട്ട് വിസ്കോസ് ഓർഗൻസ് കൊടുക്കുക. അതുപോലെ തന്നെ സാറ്റിൻ ഓർഗൻസിക്ക് പകരമായിട്ട് ഫ്ലോ ആയിട്ട് കിടക്കുക. എന്നാൽ ട്രാൻസ്പെറൻസിയും കുറവാണ്. ഇതുണ്ട്, ട്രാൻസ്പെറൻസി കുറവാണ്. ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. ഇപ്പോൾ ഡൈ ചെയ്യാത്തത് കൊണ്ട് ഒരല്പം കാണാറുണ്ട് വൈറ്റായിട്ട്, പക്ഷെ ഡൈ ചെയ്താൽ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. 440 റുപ്പീസിന് നല്ല കളർ ഡെപ്തിൽ ഡൈ ചെയ്താൽ കിട്ടുന്ന ഫാബ്രിക്. സാരീസിനും ഗൗൺസിനും ഡ്രസ്സസിനും ഓൾ ഫാബ്രിക്സിനും ഗുഡാണ് സാറ്റിൻ ഓർഗൻസ. അതുപോലെ ടിഷ്യൂ ബേസിൽ നോർമലായിട്ട് കോസ്മോസ് ടിഷ്യൂസ് എല്ലാത്തിലും വരുന്നുണ്ട്. ആ കോസ്മോസ് ടിഷ്യൂസിനെ ക്രഷ് ചെയ്തിട്ട് അതിന് മുകളിൽ ഫോയിൽ ചെയ്ത് ഫാബ്രിക്സ് വന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ സാറ്റിൻ ഫിനിഷിലും ഈ കോസ്മോസ് ടിഷ്യൂ അല്ല എങ്കിൽ ടിഷ്യൂ സാറ്റിൻ ഓർഗൻസ എന്നുള്ള പേരിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്കുണ്ട്. ഹോൾസെയിലാണ് എങ്കിൽ സെറാടെക്സിൽ പർച്ചേസ് ചെയ്യാം, അല്ല റീറ്റെയിലായിട്ടാണെങ്കിൽ മെലാഞ്ചിൽ ചെയ്യാം. 100% ഡയബിളാണ്.